നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി പൂരം നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത എന്നാണ് ഇവിടെ പറയുന്നത്. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ അനുകൂലമായ ഒരു സമയമാണ്. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക്, ദീർഘകാലമായി തൊഴിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്ന സമയമാണ്. തൊഴിൽ ഉള്ളവർക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവുന്നതും ധനവർദ്ധനവ് ഉണ്ടാവുന്നതുമായ ഒരു കാലമാണ്. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാനും സഹപ്രവർത്തകരുമായി കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകുവാനും അതുവഴി സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം ജോലിയിടങ്ങളിൽ സൃഷ്ടിക്കുവാനും ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ്. ദൂരദിക്കുകളിൽ പണിയെടുക്കുന്നവർക്ക് നാട്ടിലേക്ക് വരുവാനോ അല്ലെങ്കിൽ നാടിനടുത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കുവാനോ ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. ധനപരമായി പറയുകയാണെങ്കിൽ ധനവർദ്ധനവ് ഉണ്ടാവുമെങ്കിലും വർധനവിനനുസരിച്ച് ചിലവും വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. തിരിച്ചു കിട്ടില്ലെന്ന് വിചാരിച്ച പണം തിരിച്ചു കിട്ടുവാൻ ഈ സമയത്ത് ഇവർക്ക് സാധ്യതയുണ്ടെങ്കിലും പുതുതായി കടം കൊടുക്കുന്നത് വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. അനാവശ്യ ചിലവുകൾ ഉണ്ടാക്കാതെയും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായി ധനവരവ് ഉണ്ടാവുമെങ്കിലും നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ കഴിയാത്ത ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചിലവ് നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ്. ബിസിനസ്സിൽ ലാഭം ഉണ്ടാവുന്ന സമയമാണ്. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പങ്കാളിയുമായി ഏതെങ്കിലും രീതിയിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയോ കലഹത്തിനോ സാധ്യതയുള്ളതുകൊണ്ടും ധനനഷ്ടം അതുവഴി ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ടും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ അത്ര നല്ല സമയമല്ല. എന്നാലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ജീവിതശൈലി രോഗങ്ങൾ പോലെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും തക്ക സമയത്ത് തന്നെ അവ ചികിത്സിക്കേണ്ടതുണ്ട്. ദീർഘകാലമായി വിവാഹം നടക്കാതെ പോയ വിവാഹം ആലോചിക്കുന്നവർക്ക് അതിന് ഒരു അനുകൂലമായ സാഹചര്യം ഒത്തുവരുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല. പ്രണയനഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളും എടുത്തുചാട്ടവും പരസ്പരം അംഗീകരിക്കുന്നില്ല എന്ന ഒരു തോന്നൽ ഈ സമയത്ത് ഇവരിൽ വന്നു ചേരാം. പൊതുവെ ഈ നക്ഷത്രക്കാർ അല്പം ഗൗരവം കൂടുതലുള്ളവരാണെങ്കിൽ ദേഷ്യം കൂടുതൽ കാണിക്കുന്നവരാണ്. ഈ സമയത്ത് ഇത് കുറച്ചു കൊണ്ടുവരുവാനും അഭിപ്രായ ഐക്യം ഉണ്ടാക്കുവാനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വളർന്നു വലുതാക്കാതെ അപ്പോൾ തന്നെ അത് മാറ്റിയെടുക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുതുതായി വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിവാഹം, സന്താനഭാഗ്യം എന്നിവയൊക്കെ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പരിശ്രമം കൂടുതൽ ഉണ്ടാവേണ്ട ഒരു സമയമാണ്. അശ്രദ്ധയുണ്ട് ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കാതെ പോകാനോ അതേപോലെ തന്നെ പഠനത്തിൽ മികവ് തെളിയിക്കാൻ കഴിയാതെ പോവുകയോ ഒക്കെ ഈ സമയത്ത് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. എന്നിരുന്നാലും മത്സര പരീക്ഷയിൽ വിജയിക്കുവാനും തുടർ വിദ്യാഭ്യാസം നടത്തുവാനും ഒക്കെ അനുകൂലമായ സമയം കൂടിയാണ്. സുഹൃത്ത് ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. അതേപോലെ തന്നെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് സംസാരം നിയന്ത്രിച്ച് നിർത്തേണ്ടതും
ഇടപഴകേണ്ടതും ആവശ്യമാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ശത്രുഹാനി ഉണ്ടാവുന്നതും ശത്രുക്കൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവയൊക്കെ പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതുമാണ്. വ്യവഹാര വിജയവും നേടുന്നതാണ്. ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഈ വർഷത്ത് വരുവാൻ സാധ്യതയുണ്ട്. അവയൊക്കെ തക്ക സമയത്ത് ഉചിതമായ രീതിയിൽ ഇടപെട്ട് തരണം ചെയ്യുവാൻ കഴിയുന്നതാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ലഘൂകരിക്കുന്നതിന് കഴിയുന്നതാണ്. ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നതും ഏറെ ഗുണകരമായിരിക്കും.